ദാ ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടി. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 10-20 വെളുത്തുള്ളി ഞാനെന്താ ഇതുപോലെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി കോരിയെടുക്കണം. ഇനി അതിന് ശേഷം ഞാനൊരു 7-8 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്കൊരു 4-5 നമ്മുടെ പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് അതും ഒന്ന് വറുത്ത ശേഷം അതും കോരിയെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള സവാളയാണ്. അപ്പോൾ ഞാൻ 2 സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതിനകത്തിട്ടൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കരിഞ്ഞു പോകാതെ ഈ ഒരു കളറിൽ ഞാൻ നല്ലപോലെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി കൈനിറയെ നമുക്ക് കരിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ നമ്മുടെ കരിവേപ്പിലയും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കാം. ചിക്കനെ നമുക്കിനി എന്ത് ചെയ്യണം, ഇതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചിക്കൻ എടുത്ത് കൊടുക്കണം. എല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ എടുത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ എടുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ആ ചട്ടിയിൽ തന്നെയുള്ള നമ്മുടെ മുളക് പൊടി എല്ലാ മസാലയുണ്ട് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് റെഡിയാക്കിയിട്ട് നമ്മുടെ എല്ലാം ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. മുളക് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുകയുമായിരിക്കും, എന്നാലും നമ്മളിങ്ങനെ ചെയ്താലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ കുറച്ച് ഞാനൊരു സവാള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഓൾറെഡി നേരത്തെ ഉപ്പിട്ട് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നമുക്കിതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളിതാ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മസാലയൊന്നും ഇല്ലാണ്ട് നോർത്ത് ഇന്ത്യയിലാക്കുന്നതിന് ചിക്കൻ ബോർത്ത എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ടാക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കും. നമുക്ക് വേണ്ട ഇതിൻ്റെ ചിക്കൻ ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.